നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട് ഇൻസ്റ്റയിൽ നമ്മൾ റീലും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന കൊച്ചു കൊച്ചു ഐറ്റംസ് ഒക്കെ കൂടി ഷോർട്സ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വേദനയിലൊക്കെ എൻ്റെ കൂടെ നിന്ന് ഒത്തിരി ആശ്വസിപ്പിക്കുകയും ഒക്കെ പറഞ്ഞ എല്ലാവർക്കും നന്ദി. വലിയ പ്രശ്നമൊന്നുമില്ല, കാലിന് ചെറിയൊരു 8-10 അത് കുറച്ച് ദിവസം കൊണ്ട് ശരിയായിക്കോളും. അതുകൊണ്ട് ഒരുപാട് ലെങ്തി വീഡിയോ അല്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഫുൾ എനർജിയിൽ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് നിങ്ങൾ എക്സാമും തിരക്ക് കഴിയുമ്പോഴത്തേക്കും ഞാനും വരാം. അപ്പോൾ നമുക്കിന്ന് ജോർജറ്റ് ചോദിച്ചവർക്ക് കുറച്ച് ജോർജറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്നും മുമ്പ് നമ്മൾ കാണിച്ച പോലെ തന്നെ ഒരു പ്രിൻ്റ് ആൻഡ് പ്ലെയിൻ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോയ്സ് പോലെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇത് നമ്മൾ കാണിക്കുന്നത് ഇതാണ് ജോർജറ്റ്, പ്രിൻറ്റഡ് ജോർജറ്റ്, ഫോക്സ് ജോർജറ്റിൽ വരുന്നു. 120 റുപ്പീസ് പെർ മീറ്റർ. 58 ഇഞ്ച് വീതിയുണ്ട്, 58 ഇഞ്ച് വീത്ത്. ഇത് ഫ്രോക്ക് ലൈൻ. ചിലർക്ക് വിചാരമുണ്ട് ഇത് ഫ്ലെയർ ടൈപ്പ് മാത്രം. ജോർജറ്റ് കൊണ്ട് നമുക്ക് ആസ് യൂഷ്വൽ സൈഡ് സ്ലിറ്റ് ഉള്ള നോർമൽ ടോപ്പും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഇങ്ങനെ വരും. പിന്നെ നമുക്ക് സാരിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഇങ്ങനെ കണ്ടോ, സാരി ദുപ്പട്ടയാക്കാം. ദുപ്പട്ടയാകുമ്പോൾ നമുക്ക് 1.5 മീറ്റേഴ്സ് എടുത്തിട്ട് ആ ഒരു പീസ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്ത് ലെങ്തി ദുപ്പട്ടയാക്കി മാറ്റാം. പിന്നെ ഫ്രോക്കൊക്കെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഇങ്ങനെ വരും. ക്രൈപ്പ് ലൈനിങ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ നമ്മൾ കാണിക്കുന്നത് ഇത് പ്ലെയിൻ ജോർജറ്റ്, അതും 58 ഇഞ്ച് വീതി, 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. ഇങ്ങനെ വരും. ക്രൈപ്പ് ലൈനിങ് നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് ടോപ്പ്, ഇന്നർ ആൻഡ് ടോപ്പ് ഒരു കോട്ട് മോഡൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ഒരു കളർ. ഇനി ഈ കളർ ആസ്റ്റിച്ച് ഇത് പ്ലെയിൻ സാരി ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനാണെങ്കിലും നല്ലതാണ്. ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണിത്. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ബ്ലാക്ക്, നേവി ബ്ലൂ എല്ലാം പ്ലെയിൻ കാണിക്കുന്നുണ്ട്. അത് വേണമെങ്കിലും നമുക്ക് ഒരു ഇന്നർ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നോർമൽ ഒരു കുർത്തി ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു എൽ സൈസൊക്കെ ആണെങ്കിൽ 1.7, 1.25 മീറ്റർ സൈഡ് സ്ലിറ്റ് ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഫ്ലെയർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നോർമൽ ഒരു 2.25 മീറ്ററിൽ അത്യാവശ്യം ഫ്ലെയറിൽ ചെയ്യാൻ പറ്റും. ക്രോസ് കട്ടിംഗ് ഒക്കെ ആണെങ്കിൽ 2.5, നല്ല ഫ്ലെയർഡ് ആണെങ്കിൽ 3 മീറ്റേഴ്സൊക്കെ എടുക്കുക. ഇനി അടുത്തത് ഇതിൽ ബ്ലാക്കും നേവി ബ്ലൂ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ, കളറും കൂടെ താഴെ മാറിപ്പോണ്ട സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഇതിൽ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ കഴിയുന്നത് ഫുൾ സ്ക്രീനിൽ കാണാൻ നോക്കുക, സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയാം. ഇത് ബ്ലാക്ക്. ഇതിൽ നമുക്ക് പണ്ടൊരിക്കലും ഏകദേശം ഇതുപോലത്തെ, അത് കുറച്ചുകൂടെ ഒരു വേറെ ഫ്ലോറൽ പാറ്റേൺ ഓർമ്മയില്ല, ഞാനൊരു ഫ്രോക്ക് പോലെ കിട്ടി വന്നിട്ട് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ജയശ്രീ മാം കാണുന്നില്ലേ? ഇത് മിസ്സാക്കണ്ട. ബാംഗ്ലൂരിലുള്ള ജയശ്രീ മാമിന് ഒരു ഹായ്. കാരണം ജോർജറ്റിൻ്റെ ഒരു കട്ട ഫാനാണ്. നല്ല നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യും ചെയ്യാറുണ്ട്. നല്ല ഫ്രോക്കുകളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസും അയച്ചു തരാറുണ്ട്, എന്നെ പ്രതിഭ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ മിസ്സാക്കണ്ട കേട്ടോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ. ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് അതിൽ ബ്ലാക്ക് വളക്കെ അവരേതായാലും ചുറ്റി എടുത്തിട്ടുണ്ട്. അത് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വരും. ബ്ലാക്ക് പ്ലെയിന് ഇങ്ങനെ വരും. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കാണിക്കുമ്പോൾ ഇത് ഇങ്ങനെ. ഇതിൽ ബ്ലാക്ക് ഒരു ഇന്നർ നമ്മൾ ചെയ്താൽ നമുക്ക് ഇതിൽ ഈ ആദ്യം കാണിച്ച ഒനിയൻ പിങ്കും കോട്ടായിട്ട് ഇടാം, ഇതുമായിട്ടും കോട്ടായിട്ട് ഇടാം. അപ്പോൾ 2 ഡിഫറെൻറ്റ് മോഡലിൽ കോട്ട് പോലെ ചെയ്ത് ഫുൾ ലെങ്ത്തിൽ ചെയ്യുക. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു കുറച്ചുകൂടെ നോർമൽ ടോപ്പിൻ്റെ ലെങ്ത്തിൽ ചെയ്യുക. അങ്ങനെ ഒരു വെറൈറ്റി പ്ലീറ്റ്സ് ഇട്ട മോഡൽ ക്ലോത്ത് ചെയ്യുക, ആ ടോപ്പ് കോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താലും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ. ഇനി അടുത്തത് നേവി ബ്ലൂ. നേവി ബ്ലൂ ഏതായാലും ചെറിയ ബണ്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് കേട്ടോ, സാധനം ഉണ്ട്, കുഴപ്പമില്ല. ഇത് നേവി ബ്ലൂ ആണ്. അപ്പോൾ മെൻഷൻ ചെയ്യണേ കളറ്. മറ്റേ ബ്ലാക്ക്, ഇത് നേവി ബ്ലൂ. ഇങ്ങനെ 58 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ. അതിൻ്റെ കൂടെ നേവി ബ്ലൂവിൽ പ്ലെയിന്. അപ്പോൾ പ്രിൻറ്റും പ്ലെയിനും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഇനി മിസ്സാക്കണ്ട കേട്ടോ. ഇങ്ങനെ വരും. അതങ്ങനെ. ഇനി അടുത്തൊരു വൈറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയും ഈ ബ്ലാക്ക് പ്ലെയിനും പറ്റും, നേവി ബ്ലൂ പ്ലെയിനും പറ്റും കേട്ടോ. അടുത്തത് ഉണ്ടോ വൈറ്റ്. ഈ സംഭവങ്ങളെല്ലാം സാരിക്ക് നല്ലതാണേ. അത് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയണ്ടാവില്ല അല്ലേ. ഫ്ലെയർ ടൈപ്പ് ഇത് വെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മടക്കാൻ ഇനി എന്തായാലും പണി, എന്തായാലും സാരമില്ല, കട്ട് ചെയ്യാനുള്ളതല്ലേ സാരം. അതുകൊണ്ട് അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഒരു ട്രെൻഡായിരുന്നു. ഇപ്പോഴും വീണ്ടും അങ്ങനെ വന്നു. ടീച്ചേഴ്സ് ഒരുപാട് പ്രിഫർ ചെയ്യാറുണ്ട് സാരിക്കായിട്ട്. സാരി എടുക്കാനൊക്കെ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ഈ സാരി ഇത്
ട്രാൻസ്പെറൻ്റ് ആണോ ചിലർക്കൊരു ഫീൽ ഉണ്ടാവും. അപ്പം ഞാൻ അന്നാ നെറ്റ് സാരി എടുത്തപ്പോൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിൻസസ് കട്ട് ചെയ്തിട്ട് അതിന് സൈഡിലാണ് ഒരു സിബ് കൊടുത്തിരുന്നത്. അപ്പോൾ ഷേപ്പ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഒന്ന് കറക്റ്റ് ആവണമെന്ന് മാത്രം. സൈഡ് സിബ് കൊടുത്തിട്ട് പ്രിൻസസ് കട്ട് ചെയ്തിട്ട് ഫുൾ ലെങ്ത്തിൽ ബ്ലൗസ് തയ്ക്കുക. അങ്ങനെ ലൈസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ സാരിയൊക്കെ 1 ലെയർ ഇട്ടാൽ പോലും നമുക്ക് വൃത്തിയായിട്ടുണ്ടാവില്ല, ഭംഗി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൽ ഈ ബ്ലൗസിന് ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ബ്ലാക്ക് കാന്താ ലൈൻസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ അതിന് അത്യാവശ്യം കുഴച്ച് മറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ മറ്റൊന്നും കൂടെ വെളുത്തി കാണിച്ചു തരാം, അപ്പോൾ ഭംഗി അറിയുള്ളൂ. ഇതാ ഇത് വരുന്നത് നമ്മളെ വൈറ്റ് പ്ലെയിൻ വന്നിട്ടുണ്ട് ഇങ്ങനെ. ഇതിൽ നമുക്ക് വൈറ്റിൽ ബുട്ട ജോർജറ്റും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബിഗ് ബുട്ട, സ്മോൾ ബുട്ടാസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 58 ഇഞ്ച് എടുത്ത് 120 rupees per meter. അതിൽ നേവി ബ്ലൂവിനെ കാണിച്ചു തരാം, എന്നിട്ട് തീരുമാനിച്ചോളൂ ഏതാണ് ഭംഗി എന്നുള്ളത്. ഭംഗി പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ഇനി ഇതിനെ നമ്മൾ പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ഇതിനെ ദുപ്പട്ടയായിട്ടും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതാണ് അതിൻ്റെ ഭംഗി. ഇനി അടുത്തത് ഫസ്റ്റ് ഒനിയൻ പിങ്ക് ഞാൻ കാണിച്ചില്ലേ, ഒന്നുകൂടെ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അടുത്ത ഇനി കോട്ടൺ പെട്ടെന്ന് തീരും, സമയം ഒട്ടും പോവില്ല. ഇതിൻ്റെ തുമ്പ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ 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 വരും. ഫ്രോക്ക് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് കട്ടിങ്ങിൽ നല്ല ഫ്ലെയർ വേണമെങ്കിൽ ഡബിൾ ലെങ്ത് എടുത്താൽ മതി. അപ്പോൾ നല്ല ഫുൾ ഗൗൺ പോലെ ചെയ്യും. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇന്നറായിട്ട് നമ്മുടെ കോട്ടണിൽ ബ്ലൗസ് പീസിലൊക്കെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാലും അതും ഒരു ഭംഗിയായിരിക്കും. ഇനി ഇതിന് ഏതായാലും അത്രയും കുഴച്ച് മറിച്ചു, ഇനി ഇതിനെയും കൂടി ഒന്ന് കുഴച്ച് മറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ആ ഭംഗി നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇങ്ങനെ വരും. അപ്പോൾ മിസ്സാക്കണ്ട, ഇഷ്ടപ്പെട്ടത്. ഇനി ഇതിനൊക്കെ വേറെ ഓപ്ഷൻ ഉള്ളത് നമ്മളെ കാന്താ ലൈൻസ് ഉണ്ടല്ലോ. കാന്താ ലൈൻസിൽ ബ്ലാക്ക് കളറ് ഇന്നർ സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് ഇത് കോട്ട് പോലെ ഇട്ട് കഴിഞ്ഞാൽ ചൂടിൻ്റെ പ്രശ്നവും തീരും. അപ്പോൾ അതങ്ങനെയായിരുന്നു ജോർജറ്റിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻസ്, ഒരു വസന്തം. അതങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് നൈറ്റി മെറ്റീരിയൽസ് കാണാം. ഇതാ ഇത് നമ്മൾ തിക്ക് കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന ജയ്പൂർ കോട്ടൺ. ഇതാ ഇങ്ങനെ ടോപ്പും ചെയ്യാം, സിഗരറ്റ് ബോട്ടവും ചെയ്യാം. ഇതിലൊക്കെ ചെയ്തിട്ട് ബ്ലാക്ക് ടോപ്പുള്ളവർക്ക്, പ്ലെയിൻ ടോപ്പുള്ളവർക്ക് ഇത് സിഗരറ്റ് ബോട്ടം ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. നൈറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും, കാരണം താഴോട്ടുള്ള ലൈൻസ് ഇങ്ങനെ വരുന്ന ടൈപ്പല്ലേ. ഇങ്ങനെ ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത് 110 rupees per meter, 110 രൂപ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഒരിക്കൽ കുറേ മുമ്പ് വന്നിരുന്നു ഇതിൽ ചെക്സ് ഇതുപോലത്തെ ലൈൻസൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് 44 ഇഞ്ച് വിടുത്ത് 110 rupees per meter. ഞാൻ ഏതായാലും ഇവിടെ കുറച്ച് സ്ഥലം കൂടെ ഉണ്ടാക്കട്ടെ. അങ്ങനെ അപ്പോൾ അതങ്ങനെ. അടുത്തത് ഇങ്ങനെ വരും. ഇത് ക്ലിയർ ആവില്ലേ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇങ്ങനെ വരും. അടുത്തത് ഇതിലും ടോപ്പ് ചെയ്യാം. നമുക്ക് ഇതിലെടുത്തിട്ട് ഈ ബ്ലൂ റോയൽ ബ്ലൂവിലോ ഈ പിങ്കിലോ ഒക്കെ ബോട്ടം ഇട്ടിട്ട് ടോപ്പ്, ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ചെയ്യണമെങ്കിൽ ഈ മെറ്റീരിയൽ ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെ വരും. കട്ടിയുണ്ട്. നൈറ്റിക്കാണെങ്കിലും ഓക്കെ, സമ്മർ സ്പെഷ്യൽ നൈറ്റി കളക്ഷൻസാണ്, മിസ്സാക്കണ്ട. അതങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ കളറ്, തേർഡ് വൺ ഇതാ ഇങ്ങനെ മെറൂൺ കളറിൽ. മെറൂണ് ഒരു മസ്റ്റാർഡ് ഒരു മെഹന്തി ഗ്രീൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഒരു കളർ ഇങ്ങനെ വരും. എല്ലാം 44 ഇഞ്ച് വിടുത്ത് 110 rupees per meter, 110 രൂപ. അടുത്തത് ഒരു യെല്ലോ ഗ്രീൻ പ്ലസ് ഉണ്ട്, അതിൻ്റെ ബോർഡർ വരുന്നത് റെഡ് ഇങ്ങനെ വരും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നൈറ്റിയിൽ തന്നെ കുറച്ചുകൂടെ ഒരു പ്രീമിയം, നമ്മൾ മുമ്പ് കാണിച്ചിരുന്നല്ലേ വേറെ ഡിസൈൻസ്, ഒരു പ്രാവശ്യം ഡക്കിൻ്റെ പോലെയൊക്കെ കാണിച്ചില്ലേ, സ്ക്വിരലിൻ്റെ. അതിൽ ഫ്ലോറൽ പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ. ഇത് 120 rupees per meter. ഇതിന് വിത്തൗട്ട് ബോർഡറാണ്, ബോർഡർ ഉണ്ടാവില്ല. നമുക്ക് കുർത്തി ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം, കുർത്തിയും ചെയ്യാം നൈറ്റിയും ചെയ്യാം, ലൈനിങ് ഇല്ലാതെയും ചെയ്യാം. കട്ടിയുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ തിക്ക് കോട്ടനാണ്, ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത് 120 rupees per meter, 120 രൂപ. മെറൂൺ, ഈ മെറൂണിന് നമുക്ക് ഇപ്പോൾ ഇത് ടോപ്പ് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യേ. മിക്സ് ആൻഡ് മാച്ച് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. ഇനി അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ഇങ്ങനെ വരും. കുഞ്ഞു പൂക്കൾ ബ്ലാക്കിൽ ഇങ്ങനെ വരും. ആ ബ്ലാക്കിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് നൈറ്റി കൊണ്ട് ഈ മെറ്റീരിയൽ കൊണ്ട് അങ്ങനെ രണ്ടും ചെയ്യാം.
പിന്നെ 2 പീസ് ഡ്രസ്സ് ചെയ്യുമല്ലോ നമ്മൾ, നൈറ്റ് ഗൗണൊക്കെ നൈറ്റ് ഡ്രസ്സ് പോലെ 2 പീസായിട്ട് ഷോർട്ട് കുർത്തി 4 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ഒരു ലൂസ് പാൻറ്റ് മോഡൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റിച്ച്ഡ് ബോട്ടംസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാനത് വെബ്സൈറ്റിൽ കുറേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവൈലബിൾ ആയ കളേഴ്സ് കാണിച്ചു തരും. ഇപ്പോൾ കുറച്ച് എടുത്ത് വെക്കാത്ത സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഓൾ കളേഴ്സ് അവൈലബിൾ ആണ്. ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ്. നമ്മൾ നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു. നേവി ബ്ലൂവിൻ്റെ ഇൻഡിഗോയുടെ ഇടയിൽ വരുന്ന ആ ഒരു കളറ് 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അജ്രക്ക്. അജ്രക്കിൽ നമുക്ക്, ഞാൻ എപ്പോഴും ജയ്പൂർ കോട്ടണിലാണെങ്കിലും അജ്രക്കിലാണെങ്കിലും ഏത് മെറ്റീരിയലാണെങ്കിലും നമ്മൾ 6 ആഗ് അല്ലെങ്കിൽ സ്ട്രൈപ്സ് ലൈൻസ് മോഡലൊക്കെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ യോക്ക് കൊടുത്ത് ഫുൾ ഇങ്ങനെ താഴോട്ടുള്ള ഇങ്ങനെ ഒരു 3 പീസ് കട്ടിങ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് എപ്പോഴും പറയാറില്ലേ, ആ ഒരു മോഡലാണിത്. ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം പ്രിൻറ്റഡ് വരുമ്പോൾ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അജ്രക്കിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഇനി ബാക്കി ഷോപ്പിലെ കളക്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് ചോദിച്ചാൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഇതൊന്ന് വേണമെങ്കിൽ അത്യാവശ്യമുള്ളവർക്ക് മാർക്ക് ചെയ്ത് ചോദിച്ചാൽ അത് കിട്ടും. പിന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു 10 to 15 ഡേയ്സ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഇനി വരാനുണ്ട് അജ്രക്കിൽ. അപ്പോൾ ഓരോ കളക്ഷൻസും വരുമ്പോൾ അവനവന് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങി വെച്ചോളൂ, മിസ്സാക്കണ്ട. അപ്പോൾ ഇത് വരുന്നു. ഇതൊക്കെ നമ്മൾ അജ്രക്കിൽ എപ്പോഴും ആ ഒരു ട്രഡീഷണൽ ഡിസൈൻസ് ആണിത്. ഒരു ബ്ലൂ ബ്ലാക്ക് ആണ് കേട്ടോ, ഇത് പക്ക ബ്ലാക്ക് അല്ല. 44 ഇഞ്ച് വിടുത്ത് 190 റുപ്പീസ് പെർ മീറ്റർ, 190 രൂപ. അതിൻ്റെ കൂടെ ഇത് 6 ആഗ് വേണമെങ്കിൽ ഇത് നമുക്കിത് കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ബ്ലാക്ക് സ്ട്രൈപ്സ് എത്തിയിട്ടില്ല കേട്ടോ, കഴിഞ്ഞു. ഞാൻ കുറച്ച് ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞത്, അത് ഇവിടെ നിന്ന് മുറിച്ച് പോയി, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നുണ്ട് അതങ്ങനെ. ഇനി അടുത്തത് അജ്രക്കിൽ വരുന്ന വേറെ ഡിസൈൻ, ഇത് ലൈറ്റ് ഷെയ്ഡ് വരുന്നു. ഇതൊക്കെ അജ്രക്കിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക, നാച്ചുറൽ ഡൈഡ് ഫാബ്രിക്സിന് നമ്മൾ കളർ ഗാർഡ് നിന്ന് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. നമ്മളൊരു ബോട്ടിൽ കളർ ഗാർഡ് വാങ്ങിയേക്കുക, കാരണം അതിൻ്റെ ഇംപെർഫെക്റ്റ് ആയതാണ് അതിൻ്റെ പെർഫെക്ഷൻ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. കാരണം ഡൈയിലൊക്കെ കുറച്ച് പ്രിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ മാനുവലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളും പോരായ്മകളും ഉണ്ടാവും. ആ ഫാബ്രിക്സ് ഹാൻഡ് ബ്ലോക്ക് പോലെ തന്നെ അജ്രക്കിൻ്റെ ഒക്കെ വിശേഷങ്ങൾ അറിഞ്ഞു വാങ്ങണം കേട്ടോ. ഇങ്ങനെ വരും. ഇനി അതിൽ വേണമെങ്കിലും നമുക്കിതാ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഭംഗിയില്ലേ? കറക്റ്റാ, മെറൂൺ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് നമ്മൾ ഇങ്ങനത്തെ 6 ആഗിൽ നമ്മൾ കോമൺ കളേഴ്സിലൊക്കെ ബോട്ടം ചെയ്ത് വെച്ചാൽ നമുക്ക് ടോപ്സ് മാത്രം മാറ്റി പല ടോപ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ. ഇനി ജയ്പൂർ കോട്ടൺ ഇല്ലാതെ ഫാബ്ലൈൻസിന് വീഡിയോ ഇല്ലല്ലോ, ഇതാ വരുന്നു. ഇത് ശ്രദ്ധിക്കുക, ഇത് കാന്ത ലൈൻസ് അല്ല, ഇത് നമ്മളെ കാംബ്രിക് കോട്ടൺ തന്നെയാണ്. ഈ ലൈൻസ് പോലെ തോന്നുന്നതിൽ ഡിസൈനാണ് കേട്ടോ, കാന്ത ലൈൻസ് അല്ല. 44 ഇഞ്ച് വിടുത്ത് 140 റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നത്. നല്ലൊരു ഫൈൻ ഗ്രേ കളറിൽ ഗ്രേ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നു. ഇങ്ങനെ 44 ഇഞ്ച് വിടുത്ത് 140 റുപ്പീസ് പെർ മീറ്റർ. ഈ ജയ്പൂർ കോട്ടൺ സാരിക്ക് വരെ കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്. കാരണം ഒരു ലൈറ്റ് വെയ്റ്റ് സാരി അങ്ങനെ ഒരു സുഖമായിട്ട് എടുക്കാവുന്നത്. പിന്നെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ആ ബോട്ടം മെറ്റീരിയൽസ് വേണമെങ്കിൽ ജസ്റ്റ് ബോർഡർ പോലെ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഏതിനെയും സാരിയാക്കി മാറ്റാമെന്നതിലൂടെ ഓരോരുത്തർ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടേതായ അത് കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ. ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്ന 6 ആഗ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ടോപ്പും ബോട്ടും. ഇപ്പോൾ നമ്മൾ ഇതൊരു ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടത്തിൻ്റെ അടിയിൽ ടോപ്പിൻ്റെ പീസ് എപ്പോഴും വെക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് പല ഇതിനെ നമുക്ക് ബ്ലാക്ക് കോട്ടൺ സ്ലബ് അല്ലെങ്കിൽ റെഡ് കോട്ടൺ സ്ലബിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഈ ബോട്ടം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ. ടോപ്പിനാണെങ്കിൽ എപ്പോഴും നമ്മൾ നോർമൽ ഒരു ടോപ്പാണെങ്കിൽ 2.5 മീറ്റർ എടുത്തേക്കുക, ബോട്ടത്തിന് 2 മീറ്ററും. പിന്നീട് നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഇനി കാംബ്രിക് കോട്ടണിൽ അടുത്ത സെറ്റ് വരുന്നത് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം. നല്ലൊരു എന്ത് ഗ്രീനാ, സുന്ദരി ഗ്രീൻ. ഇത് ഇങ്ങനെ ഡാർക്ക് പിസ്ത ഗ്രീൻ്റെ ഒരു അക്വ ഗ്രീൻ്റെക്കാൾ ഡാർക്കായ ഒരു ഗ്രീൻ. എന്താ ഗ്രീൻ? ആ ഗ്രീനാണ് ഈ ഗ്രീൻ. ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത് 140 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. ഞാൻ ഈ ബ്ലാക്കും ഇതൊക്കെ ബോട്ടം മെറ്റീരിയൽ എടുത്ത് വെച്ചിരുന്നു, അതിൻ്റെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഏതായാലും ഇങ്ങനെ കാണിക്കാം, വേണ്ടവർക്ക് ഇങ്ങനെ വാങ്ങാമല്ലോ. നമ്മളെ ബോട്ടം മെറ്റീരിയൽ ഇതിൽ ഓൾമോസ്റ്റ് ഓൾ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാം, ഷോർട്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണിക്കാത്തത്. ഞാൻ ഷോർട്ട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. 36 ഇഞ്ച് എടുത്തുള്ളൂ, 36 ഇഞ്ച് വീതി, 100 രൂപ. നമ്മൾ അജ്രക്കിൻ്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്ത് കാണിക്കുന്ന വെച്ചിട്ട് എടുത്തപ്പോൾ ഇവിടെ ലാസ്റ്റ് കൊണ്ട് വെച്ചപ്പോൾ അതങ്ങ് മറന്നുപോയി. ഇത് മെറൂൺ നമുക്കിപ്പോൾ ജസ്റ്റ് കണ്ടോ, ഇതിൻ്റെ കൂടെ പോലും ടോപ്പ് ചെയ്തിട്ട് ബോട്ടം ആയിട്ട് ചെയ്യാം. ഇനി കോട്ടൺ സ്ലബിൽ മെറൂൺ ടോപ്പിന് എടുത്തു കഴിഞ്ഞാൽ ഇത് ബോട്ടമായിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതങ്ങനെ. ഇനി നമ്മൾ കാംബ്രിക്കിൽ എപ്പോഴും കോമൺ അല്ലാതിരുന്നൊരു കളർ കണ്ടോ, എപ്പോഴും കിട്ടാത്തൊരു കളർ, ഒരു വാടാമല്ലിയേക്കാൾ കുറച്ചുകൂടെ ഡാർക്കായ പർപ്പിൾ, ഒരു പർപ്പിൾ ഷെയ്ഡ്, ഡാർക്ക് പർപ്പിൾ അല്ല,
ലൈറ്റ് ഗ്രേപ്പ് വൈൻ എന്നൊക്കെ പറയാവുന്ന കളർ ഇങ്ങനെ വരും. 44 ഇഞ്ച് വിഡ്ത്ത്, 140 rupees per meter. ഇത് പ്രോസസ്ഡ് ത്രെഡ് കൊണ്ട് ചെയ്യുന്നതാണ്. അതാണ് ഇതിന് സ്മൂത്ത്നെസ് കൊടുക്കുന്നത്. മറ്റേ ജയ്പൂർ കോട്ടൺ തിക്ക് കോട്ടൺ ആണ്, അത് നോർമൽ കോട്ടൺ ആണ്. ഇത് പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്ന ത്രെഡുകളാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഫിനിഷിങ്ങിൽ വ്യത്യാസം വരുന്നത്. നമുക്ക് റഫ് ആൻഡ് ടഫ് യൂസിനൊക്കെ എപ്പോഴും നല്ലതാണ്. നാച്ചുറൽ ഡൈഡ് ഫാബ്രിക്സ് പറയുമ്പോൾ ഹാൻഡ് ബ്ലോക്ക്, അജ്രക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഫെയ്ഡ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. പക്ഷേ കംഫർട്ട് ലെവലിൽ ഒന്നും കൂടെ സൂപ്പറാണിത്. ഇതും ഉപയോഗിക്കാൻ സുഖമാണ്. അപ്പോൾ ഞാനൊക്കെ റെഗുലറായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ക്യാമ്പ്രിക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക്, ഇക്കത്ത് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ അതിൻ്റെ കംഫർട്ട് നമുക്ക് നൈറ്റ് ചെയ്യാനും നല്ലതാണ്, കുർത്തി ചെയ്യാനും നല്ലതാണ്. 44 ഇഞ്ച് വിഡ്ത്ത്, 140 rupees per meter. അതിൻ്റെ കൂടെ സെറ്റ് വരുന്നു ഇങ്ങനെ, ടോപ്പ് ആൻഡ് ബോട്ടം നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡലിലൊക്കെ വേണമെങ്കിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ യോക്ക് മാത്രം കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ. ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്ന സെറ്റ് ഇങ്ങനെ വരും, ബ്ലാക്ക് ടോപ്പ് ബോട്ടം. അപ്പോൾ അതിൽ ടോപ്പ് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഏതാണോ വേണ്ടത് ആ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക, ഇങ്ങനെ വരും. അപ്പോൾ ഒത്തിരി സമയമൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു അധികം വൈകാതെ വെറൈറ്റി കളക്ഷൻസ് ഇങ്ങനെ വരാം. ഓരോന്നനുസരിച്ച് വരുമ്പോൾ വീക്ക്ലി 3 വീഡിയോസ് തന്നെയാണ് ആയി, പഴയ പോലെ തന്നെ ആയി. ഇപ്പോൾ എല്ലാവരുടെയും തിരക്കുകൾ കഴിഞ്ഞ് നമ്മുടെയും തിരക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷോർട്സ് ഉണ്ട് കേട്ടോ, ഒന്ന് കാണണേ. അതൊക്കെയാണ് വിശേഷങ്ങൾ. വീണ്ടും വ്യത്യസ്തമായൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.